സ്വാതന്ത്ര്യ സമരത്തിലെ ധീരന്റെ വീരകഥ പറഞ്ഞ് ധീരൻ ചിന്നമലൈ എന്ന ചരിത്ര നാടകം മറ്റൊരു ചരിത്രമാവുകയാണ്. ധീരൻ ചിന്നമലയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കഥ പറയുന്ന നാടകം തുടർച്ചയായി അരങ്ങിലെത്തിക്കുന്നത് സൗഹൃദം ദേശീയവേദി എന്ന സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനമാണ്. പുൽപ്പള്ളിയിലെ EMS ഗ്രന്ഥശാലയുടെ 2ാം വാർഷിക ആഘോഷത്തിൽ പ്രത്യേക ഇനമായി ഈ നാടകം അരങ്ങിലെത്തിയപ്പോൾ അതിന് നാടകപ്രേമികളുടെ വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കൊങ്കുവീരന്മാരുടെ സൈന്യത്തെ കൂട്ടി പോരാടിയ ഒരു തമിഴ് ഭരണാധികാരിയായ പാളയക്കാരൻ മുഖ്യനായിരുന്നു ധീരൻ ചിന്നമലൈ. ബ്രിട്ടീഷുകാരെ നിരവധി തവണ അദ്ദേഹം തോൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ അനുചരൻ നല്ലപ്പൻ ചിന്നമലയെ ഒറ്റുകൊടുത്തു. ബ്രിട്ടീഷുകാർ ചിന്നമലയെയും സംഘത്തെയും പിടികൂടി. അവരുടെ ആധിപത്യം അംഗീകരിച്ചാൽ വെറുതെ വിടാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിനെ ധീരനും കൂട്ടരും പുച്ഛിച്ചു തള്ളി. ഒടുവിൽ ധീരനും 2 സഹോദരന്മാരും സൈന്യാധിപനും തൂക്കിലേറ്റപ്പെട്ടു. ബ്രിട്ടീഷുകാർ ധീരന്റെ വീരചരിത്രം മൂടിവെക്കാൻ രേഖകൾ നശിപ്പിച്ചുവെങ്കിലും ചരിത്ര യാഥാർത്ഥ്യം നാടൻ കലകളിലൂടെയാണ് വേരറ്റുപോകാതെ നിലനിന്നത്. ധീരദേശാഭിമാന പോരാട്ടങ്ങളുടെ കഥ നാടകരൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗഹൃദം ദേശീയവേദിയുടെ സമർപ്പണമാണ് ഈ ചരിത്രം വീണ്ടും അരങ്ങിലെത്താൻ തുണയായത്. PV സഹദേവനാണ് ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ S, സെന്തിൽകുമാർ S, ബാബു M, സുഭാഷ് V, ശശികുമാർ G, ധനശേഖരൻ V, നടരാജൻ M, മുരുകേശൻ K എന്നിവരാണ് കഥാപാത്രങ്ങൾക്ക് ജീവനേകിയത്. സതീഷ് അണ്ണാമലൈ സംഗീത സംവിധാനവും നിർവഹിച്ചു. ഗോപാലകൃഷ്ണൻ S കലാസംവിധാനം നിർവഹിച്ചു. സതീഷ് V, രാജേഷ് M എന്നിവർ ഏകോപനം നടത്തി. പൂർണ്ണമായും തമിഴിലാണ് നാടകത്തിന്റെ അവതരണം. ആമുഖവും പശ്ചാത്തല വിവരണവും മാത്രമാണ് മലയാളത്തിൽ. അന്യഭാഷയിൽ വളരെ ഒറിജിനാലിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം സഹൃദയരുടെ പ്രശംസ നേടിയിരിക്കുകയാണ്. സ്ക്രിപ്റ്റ്, അവതരണം, അഭിനയ മികവ്, കലാസംവിധാനം, സംഗീതം തുടങ്ങി സമഗ്രമായി തന്നെ മികവ് പുലർത്തിയ നാടകത്തിന് കാണികളുടെ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്. ഈ നാടകത്തിലെ മുഴുവൻ കലാകാരന്മാരെയും പുൽപ്പള്ളി EMS ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഭാരവാഹികൾ ആദരിച്ചു. ജനാധിപത്യത്തിലെ വിപ്ലവ നക്ഷത്രമായ EMSന്റെ ഓർമ്മയിൽ സ്ഥാപിതമായ ഗ്രന്ഥശാലയുടെ വാർഷികത്തിന്റെ ഭാഗമായി ഒരു ധീരന്റെ വീര പോരാട്ട ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കലിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണെന്ന് സൗഹൃദം ദേശീയവേദിയുടെ നാടക പ്രവർത്തകർ വിലയിരുത്തി. ഓഗസ്റ്റ് 15-ന് പാലക്കാട് ടാപ്പ് നാടകവേദിയുടെ 50ാം വാർഷികത്തിലെ 50 നാടകങ്ങളിൽ ആദ്യ നാടകമായി പെരിയമലൈ പോരാട്ടം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ നാടകം ശ്രദ്ധേയമായിരുന്നു. പ്രശസ്ത നാടകകൃത്തും പ്രമുഖ പ്രവർത്തകനുമായ കാളിദാസ് പുതുമന ഈ നാടകാവതരണത്തെ ഹൃദയം കൊണ്ട് പ്രശംസിച്ചത് ഈ നാടകത്തിന് ലഭിച്ച വലിയ അംഗീകാരമായിരുന്നു. കൂടുതൽ രംഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുനരാവിഷ്കരിച്ചാണ് ഈ നാടകം പുൽപ്പള്ളിയിൽ അവതരിപ്പിച്ചത്. പല ഭാഗത്തു നിന്നുള്ള ക്ഷണം സ്വീകരിച്ചും സവിശേഷ അവതരണ സാധ്യത വിപുലപ്പെടുത്തിയും കൂടുതൽ വേദികളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമം തുടർന്നു വരികയാണെന്ന് സൗഹൃദവേദിയുടെ നാടക പ്രവർത്തകർ പറഞ്ഞു.